വേണ്ടി വന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഞാനാണ് ഏറ്റവും വലിയ മിടുക്കൻ, ഞാനാണ് അവിടെ തോപ്പിച്ചതെങ്കിൽ അത് എനിക്കൊരു പൊൻതൂവലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആലപ്പുഴ ജില്ലയിൽ 3-4 MLA തോറ്റുപോയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അതിലൊരു തോറ്റില്ലേ? അതിൻ്റെ കഴിവില്ല അങ്ങനെ. അതോടൊപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പാവം പിടിച്ച എവിടെ ചിത്തരഞ്ജൻ പാവം, ഇവർക്ക് അറിയാം എത്രയോ മറ്റു പാവം ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് അദ്ദേഹം തോറ്റുപോയില്ലേ? വേണ്ട, കുട്ടനാട് തോറ്റുപോയില്ലേ? അതിൻ്റെ അപ്പുറത്ത് ഇതും തോറ്റുപോയില്ല. ആര്? കുട്ടനാടോ? അത് ഞാൻ സമ്മതിച്ചില്ല. പാവപ്പെട്ടവനാണെന്ന് ഞാൻ പറഞ്ഞില്ല. പാവപ്പെട്ടവനെന്ന് പറഞ്ഞത് ഈ ചിത്ര ഞങ്ങളുടെ നാട്ടുകാർ. അതാണ് പറഞ്ഞത്. ഇവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാവുമെന്ന് എനിക്കറിയില്ല. ഇത്തരത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യത്തൊരാൾ രൂപത്തിൽപ്പെട്ടതാണ്. എന്തുകൊണ്ട് അങ്ങനെ എത്ര 5 തോറ്റില്ലേ മിസ്റ്ററെ? CPIയുടെ CPMൻ്റെ. അപ്പോൾ CPI തോറ്റില്ല. എന്നിട്ട് ഇതെല്ലാം തോറ്റതല്ല. അങ്ങനെയാണ് ജീസുദാരനെ ജയിപ്പിച്ച് ഞാനാണെന്ന് എന്താ പറയാത്തത്? അതൊക്കെ അവരൊക്കെ അർഹതപ്പെട്ടതല്ല. അവരുടെ മകനെ കഞ്ചാവ് കച്ചവടത്തിനൊക്കെ പോകുമ്പോഴൊക്കെ ഓർക്കണമായിരുന്നു. അവരുടെ മകൻ കഞ്ചാവ് കച്ചവടത്തിൽ നിന്ന് ഭരണത്തിൽ ഇരുന്നുകൊണ്ട് ആ കഞ്ചാവ് കച്ചവടം എല്ലാം ജനങ്ങൾക്ക് അറിയാവുന്നതായിട്ട് ആ കച്ചവടത്തിൽ നിന്ന് ആ പ്രസ്ഥാനം എങ്ങനെ മാറി? അധികാരത്തിൻ്റെ ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവസരം കിട്ടിയപ്പോൾ അത് വെച്ച് താങ്ങി. അങ്ങനെ ഞാൻ ഇവിടെ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൂത്തുവാരിയെന്നല്ല BJP, ശോഭാ സുരേന്ദ്രൻ അന്നെ പറ്റിയൊന്നും പറഞ്ഞില്ല. അവരവരുടെ കഴിവുകേടും പിടിപ്പുകേടും മറച്ചു വെക്കാൻ ഇങ്ങനെയുള്ള പലതും പറയും. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു സമുദായ പ്രവർത്തകനാണ്. SNDP യോഗത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും അതിൻ്റെ താല്പര്യമനുസരിച്ചും പല കാര്യങ്ങളും പറയേണ്ട പാട്ടി പറയും. അത് ഞങ്ങളുടെ കടമയാണ്. എതിർക്കേണ്ടവർ എതിർത്തോളാം, അനുകൂലിക്കേണ്ടവർ എതിർക്കണം. പക്ഷേ പറയാനുള്ള സ്വാതന്ത്ര്യം തരണം.